ഏത് സിനിമ കണ്ടാലും അതിൽ പ്രത്യേകിച്ച് റിവ്യൂവിൽ പറയേണ്ട പ്രത്യേകിച്ച് കാര്യമില്ല. അതായത് നല്ല ലൈറ്റിംഗ് ആണ്, നല്ല കളറിംഗ് ആണ്, നല്ല സൗണ്ട് സിസ്റ്റം ആണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഓൾ കംസ് വിത്ത് ദാറ്റ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ അത് എത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം പറയണം. സോ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് കെപ്റ്റ് അപ്പാർട്ട് ഫ്രം ദ റിവ്യൂ തിങ്. കമ്മിങ് ടു ദിസ് ഇസ്, ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ടോക്കിംഗ് ടു ശ്രീകുമാർ. ഹീസ് എ കളർ കറക്ഷൻ ആൻഡ് DI എക്സ്പേർട്ട്. നമുക്ക് ഇതിന് ഈ ഒരു സാങ്കേതിക വിദ്യയെ കുറിച്ച് കൂടുതൽ ആളുകൾക്ക് ചിലപ്പോൾ സാധാരണക്കാര് അത്രയും ചിന്തിച്ചോളണമെന്നില്ല. സോ വി ആർ ഹിയർ ടു ലിസൺ മോർ അബൌട്ട് കളർ കളർ കറക്ഷൻ എന്താണ്, കളർ ഗ്രേഡിംഗ് എന്താണ്, DI എന്താണ്, വാട്ട്സ് എ ന്യൂ തിങ് കമ്മിങ് അപ്പ്, ഇപ്പോൾ ചെയ്ത ഫിലിംസ് ഏതാണ്, ചെയ്യാനിരിക്കുന്ന ഫിലിംസ് ഏതാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം ശ്രീകുമാർ. താങ്ക് യു. ശ്രീ, ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്ത ആളുകൾ കണ്ട്, കാരണം നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് റീസെന്റ് ആളുകൾ ഡോണിന്റെ ഫാമിലി തിയേറ്ററിൽ IFFK കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിലും കളർ ഗ്രേഡിങ്ങിന്റെ ഒരു കാര്യമുണ്ട്. അതിൽ ഹി ഹാസ് മെയിൻറ്റൈൻഡ് സർട്ടൻ കളർ പാറ്റേൺ. ഒന്ന് ഒരു ഗ്രീനിഷ് ടോണിന്റെ ഒരു കാര്യമുണ്ട്. പിന്നെ ലോ ലൈറ്റ് വെച്ചിട്ട് ഒരു ഇനിഷ്യൽ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. മേ ബി വിൽ സ്റ്റാർട്ട് ഫ്രം ദർ, ദെൻ വിൽ ഗെറ്റ് ഇൻ ടു ദിസ് തിങ്. ഫാമിലിയെ കുറിച്ച് അതിൽ വർക്ക് ചെയ്ത് അതില് ഡയറക്ടറിന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു, വാട്ട് വാസ് എ ബ്രീഫിംഗ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നാം. തീർച്ചയായിട്ടും. സോഫാർ ഏകദേശം 54ഓളം ഫീച്ചർ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. നോർമലി ഫീച്ചർ ഫിലിംസ് അല്ലെങ്കിൽ ഫീച്ചർ ഫിലിംസ് ആണെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പം കൂടുതൽ സിനിമോട്ടോഗ്രാഫേഴ്സിന്റെ കൂടെ ആയിരിക്കും ഇന്ററാക്ട് ചെയ്യേണ്ടി വരിക. ഒരു സിനിമോട്ടോഗ്രാഫേഴ്സ് കോളാണ്. ആക്ച്വലി ഇറ്റ്സ് എ സിനിമോട്ടോഗ്രാഫേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ഒരു ഫൈൻ ട്യൂണിങ് എന്നൊക്കെ അല്ലെങ്കിൽ പോളിഷിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കളർ കറക്ഷനെ കുറിച്ച്. അപ്പോൾ പക്ഷേ ചില ഇൻസ്റ്റൻസുകളിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഒരു കോൾ, അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റിനായിരിക്കും വർക്ക് ചെയ്യുക. ഫാമിലി എന്ന് പറഞ്ഞ ഫിലിമിനെ കുറിച്ച് പറയുമ്പം വളരെ വ്യക്തമായിട്ട് ഡോണിന്, ഇതിൻ്റെ ഡയറക്ടറിന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. കളർ കറക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ മുഴുവൻ ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ നരേറ്റീവിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വ്യക്തമായിട്ട് പ്ലാൻഡ് ആയിരുന്നു. ഇപ്പം നമ്മൾ പ്രയർ കളർ കറക്ഷൻ അല്ലെങ്കിൽ പ്രയർ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന മാതിരി വളരെ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ വർക്ക് ചെയ്തത് വളരെ എളുപ്പമുള്ളൊരു കാര്യം അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അത് ഡെലിവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏക ചലഞ്ച്. ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് എ ചലഞ്ച്, ഇറ്റ് വാസ് സോ ഈസി. ബിക്കോസ് ആ വഴി വളരെ വളരെ കറക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് എന്താ വേണ്ടത് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മളൊരു വളരെ കൂടുതലായിട്ടുള്ള 10-15 ഓപ്ഷൻസിലൂടെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കുറെ ടൈം എടുത്തില്ല ഇതിനു വേണ്ടി, വളരെ കുറച്ച് ടൈം എടുത്തുള്ളൂ. അദ്ദേഹം ആദ്യം ആക്ച്വലി ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ നീഡ് ടൈം, എനിക്ക് സമയമാണ് വേണ്ടത്. ഡോൺ ഒരു ഈ എന്താ പറയണ്ടേ, ഒരു വീഡിയോയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ടൈം ഹി ഗോട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്ന കുറച്ച് കൂടുതൽ ടൈം എടുക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ പ്ലാൻഡ് ആയിരുന്നു. കാരണം ആ സ്റ്റോറി ഫിലിം കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതിനകത്തൊരു ഒരു സ്ട്രോങ് എലമെന്റ് ഓഫ് ഒരു ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്. എക്സ്പെഷ്യലി അതിൻ്റെ ചില ക്യാരക്ടേഴ്സ് വളരെ ഡാർക്ക് ഷെയ്ഡ്സിലുള്ളതാണ്. അപ്പം അത് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൽ പല പല എലമെന്റ്സും ഈ പറഞ്ഞ ഡാർക്ക്, ഒന്നത് നടക്കുന്ന ഏരിയ അതുപോലെ ഒരു ലാൻഡ്സ്കേപ്പാണ്, ആളുകളുടെ മൈൻഡ് സെറ്റ് അതുപോലെയാണ്. അപ്പം ഇതെല്ലാം കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ബേസിക്കലി ഇത് ചെയ്തിരുന്നത്. പിന്നെ കളർ പാലറ്റ് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മിനിമൽ കളേഴ്സിലാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ ആ മിനിമൽ കളേഴ്സിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എസ്പെഷ്യലി കളർ ഗ്രേഡിങ്ങിൽ വരുമ്പം നമുക്ക് ആ കാര്യങ്ങൾ വച്ചിട്ടുള്ള ചലഞ്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കളർ പാലറ്റ് വർക്ക് ഫ്ലോ ഫോളോ ചെയ്തില്ലെങ്കിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് കളേഴ്സോ അല്ലെങ്കിൽ റോങ് കളേഴ്സോ ഒക്കെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഇതൊരു കളറിസ്റ്റിൻ്റെ ജോലിയാണ്, ലൈക്ക് ഇതെല്ലാം ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം എവറിഥിങ് വാസ് വെരി സ്മൂത്ത്.
അപ്പം അതാണ് ബേസിക്കലി ഫാമിലിയെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ഡയറക്ടേഴ്സ് കോൾ. അദ്ദേഹം ഇത് പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ആ ഡയറക്ടേഴ്സ് കോളും ആസ് എ കളറിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ടെക്നീഷ്യൻ ഹു ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഫിലിം, ഐ ആം ഓൾസോ വെരി ഹാപ്പി. കാരണം ഒരുപക്ഷെ ഒരു കളറിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു ഡിസിഷൻ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ടും വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ടും നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല രീതിയിലും, അതേപോലെ തന്നെ ടെക്നോളജിയെ യൂസ് ചെയ്യുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ലൈക്ക് ഒരു കളറിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്ററിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ടെക്നോളജിയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, അത് വളരെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് കൊന്തയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മനസ്സിൽ വല്ല ദുഷ്ട ചിന്തകളോ അനാവശ്യ ആലോചനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് അങ്ങോട്ട് പോകും. ഇപ്പൊ പൊതുവെ എഡിറ്റിംഗിന്റെ കാര്യത്തിൽ ചില ആളുകൾ സിനിമ കണ്ടിട്ട് പറഞ്ഞു നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല എഡിറ്റിംഗ് ആണ്. അപ്പൊ ഞാനിങ്ങനെ വളരെ വർഷങ്ങള് ക്രിറ്റിക് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെ തിരിച്ചറിയുന്നത്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റില്ല ആക്ച്വലി. ഒരു സിനിമ കാണുമ്പോൾ നമ്മളെ എത്രത്തോളം ഇമേഴ്സീവ് ആയി കൊണ്ടുപോകുന്നു, അതാണ് യുനോ ബെസ്റ്റ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ബെസ്റ്റ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ. ഐ മീൻ അത് വേ അതിന്റെ പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് വേറെ രീതിയിൽ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇത് പറയും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫാമിലി ആണെങ്കിലും നമുക്ക് ഇതിൽ കളർ കറക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ ഇറ്റ്സ് സോ നാച്ചുറൽ ദ വേ വി ആർ ലുക്കിംഗ് അറ്റ് ദ യുനോ അത്. അപ്പോ അത് പറയുമ്പോഴാണ് ഫാമിലിയെ കുറിച്ച് പറയണതിൽ ഒരു പരാതിയായിട്ട് ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് നമുക്ക് ആളുകളെ ഒന്നും അങ്ങനെ തിരിച്ചറിയില്ല. അന്തരീക്ഷം ഓക്കെ, നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോഴാണ് നേരത്തെ ദിവ്യപ്രഭ അടക്കമുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആരാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഡോണിന്റെ അടുത്തൊരു കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡോൺ പറഞ്ഞത് ദാറ്റ് ഈസ് ഹൗ ഐ ഹാഡ് പ്ലാൻഡ് എന്ന്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അത്. എന്നാലും അതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇത് നാച്ചുറലി നമ്മൾ DI ചെയ്യുന്ന സമയത്തും ഇതിനുശേഷം പ്രിവ്യൂ കാണുന്ന സമയത്തൊക്കെ നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇത് ഇത്ര കൊടുക്കാം, ഇതിന്റെ അപ്പുറത്തേക്ക് പോണോ എന്നുള്ളതൊക്കെ. അപ്പൊ അതെങ്ങനെയായിരുന്നു, ആ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു, ഇതിനെ കുറിച്ച് സംസാരിച്ചെന്തായിരുന്നു? ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം തോന്നിയതിന്റെ ഒരു റീസണിങ് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞൊരു ഞാൻ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളുടെ എല്ലാ റെവല്യൂഷൻസും അല്ലെങ്കിൽ വിഷ്വൽ എക്സ്പ്ലോഷൻസും നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ടന്റുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കണ്ടന്റുകളും ലൈക്ക് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഫിലിംസ് വിച്ച് ഈസ് ഗെറ്റിംഗ് റിലീസ്ഡ്, അത് നമ്മൾ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെ ആണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും കൂടുതൽ ലിറ്റാക്കി കൂടുതൽ ബ്രൈറ്ററാക്കി കാണിക്കുമ്പം ഒരു യുനോ ബിയോണ്ട് സംതിങ് വാട്ട് യു ഹാവ് സീൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഈ കോൺസെപ്റ്റ് അറിയാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, കാരണം നമ്മൾ ഓരോ ദിവസവും കാണുന്ന കണ്ടന്റുകളിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതൊരു പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ആസ് പാർട്ട് ഓഫ് എ ക്രിയേറ്റീവ് ക്രൂ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫേസിലും, കാരണം ഒരുപക്ഷെ ഈ സിനിമ ഏറ്റവും കൂടുതൽ പ്രിവ്യൂ ചെയ്ത് കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ ഞാനായിരിക്കും. കാരണം അത്രയും പ്രാവശ്യം ഈ ഫിലിമിൻ്റെ ഓരോ ഏരിയാസും നമ്മൾ പല രീതിയിൽ മോണിറ്റേഴ്സിലാണെങ്കിലും പല സ്ക്രീനുകളിലാണെങ്കിലും ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഓരോ ഫെസ്റ്റിവലുകളിൽ പോകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഓരോ വേർഷൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരിടത്തും ലൈക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരു റീസണും കൂടി ചിലപ്പം ഡോൺ തന്നിട്ടുള്ള നരേറ്റീവ് ആയിരിക്കും, ലൈക്ക് വാട്ട് ഹീ നീഡഡ്. അപ്പം അത് ഓക്കെ, അത് എത്തിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ എന്താണ് ആസ് എ ഫിലിം മേക്കർ ഓഫ് ദാറ്റ് ഫിലിം, ഡോണും ഈ സിനിമ വളരെയേറെ പ്രാവശ്യം ലൈക്ക് നമ്മൾ കളർ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ പ്രിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഡയറക്ടറിന് വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഓരോ ഡിസിഷൻസും കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യം സൗണ്ടിൽ ഓരോ കറക്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻസ് വരുമ്പോഴോ നമ്മൾ എൻ്റെ സിനിമ തന്നെയാണ് കണ്ടിരുന്നത്, അതിൻ്റെ ഒരു പോർഷൻ മാത്രമല്ല കണ്ടിരുന്നത്. അപ്പോൾ സോ ഐ തിങ്ക് ഹീസ് റൈറ്റ് വിത്ത് വാട്ട് ഹീ ഇൻറ്റൻഡഡ്. ഒരുപക്ഷെ നമ്മളത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. ഏത് സമയത്താണ് ശ്രീകുമാറിന് ഇങ്ങനൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വന്നത്? അതായത് കളർ ഗ്രേഡിങ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് എനിക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് വന്നത് എപ്പോഴാണ്? ബേസിക്കലി എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 20-22 വർഷം മുമ്പ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എഡിറ്ററായിട്ടാണ്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അതിനുശേഷം ഒരു എഡിറ്ററായിട്ട് ഇനിഷ്യലി ടെലിവിഷൻ പ്രോഗ്രാംസും പിന്നീട് ഫീച്ചർ ഫിലിം ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലും പിന്നീട് ഫീച്ചർ ഫിലിംസും എല്ലാം എഡിറ്റ് ചെയ്താണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള 2 ഏരിയാസ് ആയിരുന്നു ടൈറ്റിൽ ക്രിയേഷനും കളർ കറക്ഷൻ. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന 2 ഏരിയാസ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഒരു 20-22 വർഷം മുമ്പ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എക്സ്പെഷ്യലി ചെറിയ പ്രോജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കളർ കറക്ഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കളർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു നിർബന്ധമൊന്നും അല്ലായിരുന്നു. അത് മാത്രമല്ല അത്രയും കൂടുതലായിട്ട് കളർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന മാതിരി ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ട്യൂൺഡ് അല്ലായിരുന്നു. സിനിമയുടെ കാര്യത്തിലുണ്ടായിരുന്നു, പക്ഷേ സിനിമയിൽ ഡെഫിനറ്റ്ലി അനലോഗ് ഫിലിംസിൽ ഇതെല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത് വേറെ ആളുകളാണ്, ലാബിൽ ഉള്ള ടെക്നീഷ്യന്മാരാണ് ചെയ്തിരുന്നത്. അപ്പോൾ എഡിറ്റേഴ്സിന് അന്ന് ആവശ്യമുള്ളൊരു കാര്യമല്ലായിരുന്നെങ്കിലും എനിക്ക് ബേസിക്കലി ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ബുദ്ധിമുട്ട് തോന്നിയിരുന്ന ഒരു കാര്യമാണ് കളർ കറക്ഷനും ടൈറ്റിൽ ക്രിയേഷനും. ഒരുപക്ഷെ ആ ബുദ്ധിമുട്ട് ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താ പറയണ്ടേ, ഒരു ടെക്സാവി ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ചിലപ്പോൾ എൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് എനിക്ക് അറിയില്ലാത്തൊരു കാര്യം, ഒരുപക്ഷെ എൻ്റെ ഫ്രണ്ടിൽ കുറേ ടൂൾസ് ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ അറിയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ക്ലയൻറ്റിന് ഒരു പ്രോജക്റ്റ് ഞാൻ ഡെലിവർ ചെയ്യുന്നു, കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ചില ടൂളുകൾ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിരിക്കും എന്നെ പുഷ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൂടുതലായിട്ടുള്ള എഫേർട്ട്, ഇൻഫാക്റ്റ് ഞാൻ എല്ലാ പോസിബിൾ ആയിട്ടുള്ള രീതിയിലും കളർ കറക്ഷൻ്റെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും എന്താ പറയണ്ടേ ഫോമലായിട്ടുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരാണ് ഞാൻ കളർ കറക്ഷൻ്റെ ട്രെയിനിങ് ചെയ്തത്. സോ അതുവരെ എന്നെ എത്തിച്ചത് ഇത് വളരെ കൃത്യമായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എവിടെയോ ഒരു കുറവുണ്ടെന്നുള്ളൊരു തോന്നലും ആയിരുന്നു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ടായിരിക്കാം കളർ കറക്ഷൻ അല്ലെങ്കിൽ DI എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മെയിൻ സ്ട്രീം, അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മളുടെ സറൗണ്ടിങ്സിലൊക്കെ ഒരു മെയിൻ സ്ട്രീം ആയി വന്നുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഞാനൊരു കളറിസ്റ്റ് എന്നുള്ള രീതിയിൽ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ അതാണ് എൻ്റെ ഒരു കളർ കറക്ഷൻ ജേർണിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശ്രീകുമാർ ഈസ് നോട്ട് a person who grabs each and every project. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. you just choose and ആ ഒരു രീതിയിൽ അതിന്റെ കാരണം അറിയണം. At the same time you are working on other things as well. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ കൂടുതൽ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും വേറെ സ്റ്റുഡിയോ പരിപാടികളെ കുറിച്ചൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയാം. So could you talk about that? ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത മാതിരി ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എഡിറ്ററായിട്ടാണ്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മൾക്ക് പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ പോസിബിൾ ആയിട്ടുള്ള ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുകയാണല്ലോ എപ്പോഴും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നീടാണ് കളർ കറക്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നത്. പക്ഷേ കളർ കറക്ഷനിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ എഡിറ്റിങ്ങും ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം
ഞാനൊരു കൺസൾട്ടൻ്റ് ആയിട്ട് കൂടി എൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തു. കൺസൾട്ടൻ്റ് ഇൻ ദ സെൻസ് ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പലപ്പോഴും സുഹൃത്തുക്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും അത് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലുള്ള സുഹൃത്തുക്കൾ, ലെറ്റ് ഇറ്റ് ബി ഡയറക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, എഡിറ്റേഴ്സ്, അല്ലെങ്കിൽ സൗണ്ട് ടെക്നീഷ്യൻസ്, എല്ലാവരും പല ആളുകളും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, ഒരു ട്രെയിനർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പല കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് ഗാഡ്ജറ്റ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുമ്പം എന്താണ് ചെയ്യേണ്ടത്. ഇത് പലപ്പോഴായിട്ട് ഈ അഡ്വൈസുകൾ കൊടുത്ത് എനിക്ക് തന്നെ തോന്നി ഐ ക്യാൻ ഡു ദാറ്റ്. അങ്ങനെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിലും കൂടി ഞാൻ എൻ്റെ കരിയർ പതുക്കെ അപ്സ്കെയിൽ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ കളറിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കളറിസ്റ്റ് ആയിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ തന്നെ ഒരു സ്റ്റുഡിയോയും, സിനിമ സലൂൺ പേരിലുള്ള ഒരു സ്റ്റുഡിയോയും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഈ എല്ലാ കാര്യങ്ങളെയും, ലൈക്ക് എഡിറ്റിങ്ങും ട്രെയിനിങ്ങും കൺസൾട്ടേഷനും സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിലുള്ളതും, അതേപോലെ തന്നെ കളറിസ്റ്റ് എന്നുള്ള രീതിയിലും എല്ലാം സിനിമ സലൂൺ എന്നുള്ള ബ്രാൻഡിൻ്റെ കീഴിൽ ഞാൻ മാക്സിമം അത് എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാവോ, അല്ലെങ്കിൽ അതിനെ ആളുകളിലേക്ക് എത്തിക്കാവോ എന്നുള്ള രീതിയിലെല്ലാം ഞാൻ ചെയ്തു തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നീട് നമ്മളൊരു ആളുകൾക്ക് ഇതിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലായതിന് ശേഷം ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ടെക് ചാനലും സിനിമ സലൂണിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തു. അത് യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്. മാക്സിമം ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ, എസ്പെഷ്യലി ഇതിൻ്റെ വിഷ്വൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും വെർട്ടിക്കൽസ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നുണ്ട് സിനിമ സലൂൺ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ പേരിൽ. അപ്പം ഇതെല്ലാം ഓരോന്നോരോന്നാണ്, ലൈക്ക് ഓരോന്നോരോന്ന് എനിക്ക് ചെയ്യാൻ പറ്റും, കേപ്പബിൾ ആണ്. അല്ലെങ്കിൽ അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള 100% ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ ഒരു ചലഞ്ചായിട്ട് എടുത്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ബേസിക്കലി നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. നമുക്ക് ഒരിക്കലും ബോളിവുഡുമായിട്ടോ അല്ലെങ്കിൽ ഹോളിവുഡുമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ നിയർ ബൈ പല ഇൻഡസ്ട്രീസുമായിട്ടോ കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള അത്തരം സിനിമകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും കൂടുതൽ സിനിമകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈനിലാണ്. ഈ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് ദ ടേം ചീപ്പ്, ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ ഇറ്റ്സ് എ റേഷ്യോ. അപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും ഓൾട്ടർനേറ്റ് ഗാഡ്ജറ്റ്സ്, ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ മെയിൻ സ്ട്രീമിൽ ഉപയോഗിക്കുന്നില്ലാത്ത പല ഗാഡ്ജറ്റുകളും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വച്ചും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി കൊണ്ടും ഉപയോഗിക്കാം എന്ന് തോന്നിയിട്ടുള്ള പല ഗാഡ്ജറ്റുകളും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിലെപ്പോഴും ഞാൻ ചെക്ക് ചെയ്തിരുന്ന ഒരു കാര്യം, ടെക്നിക്കലി നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കുമ്പം അത് കറക്റ്റായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ആ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അതിന് കാറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഒരു റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഫിലിം മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ എന്താ പറയണ്ടേ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെയാണ്. അപ്പോൾ അവരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റണമെങ്കിൽ നമുക്കിങ്ങനെ ചില ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ റെഗുലറായിട്ട് പല ഗാഡ്ജറ്റുകളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഗാഡ്ജറ്റ്സിൽ ഒന്ന്, അല്ലെങ്കിൽ ബ്രാൻഡുകളിൽ ഒന്നെന്ന് പറയുന്നത് ബെൻക്യു ആണ്. ബെൻക്യുവിൻ്റെ പ്രൊഫഷണൽ ലൈൻ ഓഫ് പ്രോഡക്ട്സും ഉണ്ട്, അതുപോലെ തന്നെ ബെൻക്യുവിൻ്റെ ഹോം സെഗ്മെൻറ്റിലുള്ള പല പ്രോഡക്ട്സും ഉണ്ട്. ഈ രണ്ട് പ്രോഡക്ട്സും കമ്പാരിറ്റീവ്ലി നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പല ഗാഡ്ജറ്റുകളെ അപേക്ഷിച്ച് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. അപ്പം ഈ പ്രോഡക്ട്സ് ഞാൻ ഉപയോഗിക്കുകയും അതിന് സക്സസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് റിസൾട്ടുകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഗാഡ്ജറ്റുകളിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം വേറെ ഏത് ടെക് കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിലും കൂടുതൽ സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് എനിത്തിങ്. കാരണം ഈ ടെക് സപ്പോർട്ട് എന്ന് നമ്മൾ ജസ്റ്റ് പറയുന്ന ഒരു ഗാഡ്ജറ്റ് നമുക്ക് കിട്ടുമ്പോൾ ആ ടെക് സപ്പോർട്ട് കിട്ടുന്നില്ല. ഈ ഗാഡ്ജറ്റിനെ അതിനെ മാക്സിമൈസ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും
ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയണ്ടേ, ബിഹൈൻഡ് ദ സീൻ ഒരുപക്ഷെ ഇത് ഉണ്ടാക്കിയ ആളുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതിൻ്റെ കോർ ടെക്നിക്കൽ ടീമുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ പോലും നമുക്ക് വേണ്ടി വരും. നമുക്കറിയാം പല ഇന്ത്യയിലല്ല പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന 99% ഗാഡ്ജറ്റുകളും ഉണ്ടാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ 90% കൂടുതൽ ഗാഡ്ജറ്റുകളും ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ ടീമൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരു ബ്രാൻഡ് സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് ഈസി ആവുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടിയത് ബെൻക്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരുപക്ഷെ അവർ പല കാര്യങ്ങളും ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുമ്പോഴാണ് ഓക്കെ ഫൈൻ ഇങ്ങനെ ഇതിന് പോസിബിലിറ്റി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല അത് ഉപയോഗിച്ച് അതിൻ്റെ പ്രൂവൺ റിസൾട്ടുകളാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പാരലലി എൻ്റെ പല സുഹൃത്തുക്കൾക്കും അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം ഓക്കെ ഇത് പ്രൂവൺ ആണ്, ടെസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ഈ ബ്രാൻഡിനും ഇത് പല ആളുകളുടെ അടുത്തും പാരലലി ഉപയോഗിക്കേണ്ടി വരുന്ന പല ആളുകളുടെ അടുത്തും ഇത് പറയാനും അവർക്കിതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇത്രയും കാലങ്ങൾ ഓൾമോസ്റ്റ് 7 വർഷമായിട്ട് ഞാൻ റെഗുലറായിട്ട് ബെൻക്യൂ എന്നുള്ള ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ വർഷത്തെ 2024 ബെൻക്യൂവിൻ്റെ കിക്ക് ഓഫ് ഇവൻറ്റിന് ആക്ച്വലി ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് ബെൻക്യൂ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെൻക്യൂവിൻ്റെ ഗ്ലോബൽ ടീമിൻ്റെ കൂട്ടത്തിൽ സ്റ്റേജ് ഷെയർ ചെയ്യാനും എൻ്റെ എക്സ്പീരിയൻസ് ഈ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാനും ഫ്യൂച്ചർ ഇന്നോവേഷനിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറയാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടി ഞാനിത് കണക്ട് ചെയ്യാണ്. ആഷിഖ് ആദ്യം ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടി ഞാനിത് കണക്ട് ചെയ്യാണ്. ഒരുപക്ഷെ എന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്ട്രീം ലെവലിൽ അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ഫിലിംസിലോ പ്രോജക്ട്സിലോ കാണാത്തത് എന്ന് ഉള്ളതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ റീസൺ ചിലപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 365 ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻഗേജ്ഡ് ആണ്, ബാക്ക് ടു ബാക്ക് ആണ് പ്രോജക്ട്സ് ചെയ്യുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ ഈ എല്ലാ ഏരിയസിലും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഇതെല്ലാം എൻ്റെ കരിയറിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുമുണ്ട്. ഇപ്പം ട്രെയിനിങ്ങിൻ്റെ കാര്യം ജസ്റ്റ് ഞാൻ പറയാം. ട്രെയിനിങ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളൊരു 90-95% ഹാൻഡിൽ ചെയ്യുന്നത് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ്. ഒരുപക്ഷെ എന്നെക്കാളും 20-22 വയസ്സിന് താഴെയുള്ള ആളുകളുമായിട്ടാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരിക. വിച്ച് ഈസ് ലൈക്ക് ഒരു 3 ജനറേഷൻ അപ്പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇവരുടെ വേ ഓഫ് തിങ്കിങ്, എങ്ങനെയാണ് ഇവരുടെ വേ ഓഫ് അപ്രോച്ച് ടുവേഴ്സ് ഫിലിംസ് അല്ലെങ്കിൽ ടുവേഴ്സ് എന്താ പറയണ്ടേ എല്ലാ കാര്യങ്ങളിലേക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഒരു ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനും പെർഫെക്റ്റ് അല്ല. എനിക്കും അറിയില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഞാൻ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ട്രെയിനിങ്ങിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ഈ കാര്യം എനിക്ക് അറിയില്ല. സോ ഐ എം റെസ്പോൺസിബിൾ ടു ഗീവ് ദാറ്റ് ആൻസർ ആസ് എ മെൻറ്റർ അല്ലെങ്കിൽ ആസ് എ ട്രെയിനർ. സോ ഇത് ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തിട്ടാണ് എപ്പോഴും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരണം. അതിനുവേണ്ടി ഞാൻ അവരെ പ്രിപ്പയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് കാരണം ആ ട്രെയിനിങ്ങിൽ ഞാൻ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുമ്പം ഒരു കളറിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ഇതേ കാര്യങ്ങൾ എനിക്ക് വേറെ എവിടെയെങ്കിലും ക്യാറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ടെക് കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ പോസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം അവർ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ ചിലപ്പം അവർക്ക് കൊടുക്കാൻ പറ്റും, നാളെ എനിക്കത് ഉപയോഗിക്കാൻ പറ്റും, എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു കമ്പൈൻഡ് എന്താ പറയണ്ടേ റിസൾട്ട് ആണ് ഞാനെന്ന് പറയുന്ന ടെക്നീഷ്യൻ. സോ ദാറ്റ് മേ ബി ദ റീസൺ. വെരി വെൽ സെഡ്. അത് പറയുമ്പോഴാണ് ഈ ബെൻക്യൂന്റെ കാര്യം ഞാൻ തൽക്കാലം മറന്നിരിക്കുകയായിരുന്നു. സോ വാട്ട് വാസ് ദ ഇവന്റ് അബൌട്ട് ആൻഡ് വാട്ട് ഇതിന്റെ ഒരു ഔട്ട്കം എന്താണ്? അതായത് ഫ്യൂച്ചർ അത് ലൈക്ക് 2024ലേക്കുള്ള പ്ലാൻസ് എന്താണ്, ബിയോണ്ട് ദാറ്റ് എന്താണ് ഇതിന്റെ ഒരു സ്കോപ്പ് എന്താണ് എന്നുള്ളത് അത് പറയണം.
ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും യു ഓൾസോ ഹാവ് യു ആർ ഓൾസോ ലോഞ്ചിങ് എ സ്റ്റുഡിയോ ഐ തിങ്ക് ഫോർ ദ പ്രിവ്യൂ തിയേറ്റർ. സോ മേ ബി ഐ തിങ്ക് യു ഷുഡ് ഓൾസോ ടോക്ക് അബൌട്ട് ദാറ്റ്. യെസ് യെസ് യെസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത് ബെൻക്യൂവിൻ്റെ 2024 കിക്ക് ഓഫ് ബെൻക്യൂവിൻ്റെ 2024 കിക്ക് ഓഫ് ഇവൻ്റ് ആണ്. കിക്ക് ഓഫ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ റെഗുലർലി എല്ലാ വർഷവും ഇയർ എൻഡിൽ അവർ നടത്തുന്ന അവരുടെ അടുത്ത വർഷത്തേക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സിനെ കുറിച്ചും അടുത്ത വർഷത്തേക്കുള്ള അവരുടെ ഇൻഡസ്ട്രിയൽ അപ്രോച്ചിനെ കുറിച്ചും ഒക്കെയുള്ള എൻറ്റയർ ബെൻക്യൂ ഫാമിലി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. പൊതുവെ ഔട്ട്സൈഡേഴ്സ് ഒന്നും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ബെൻക്യൂ എന്നുള്ള കമ്പനിയുടെ ഗ്ലോബൽ ലീഡേഴ്സും അതേപോലെ തന്നെ ബെൻക്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണത്. ബെൻക്യൂവിൻ്റെ തന്നെ എന്താ പറയണ്ടത്, ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ഔട്ട്സൈഡർ, ഞാൻ ഔട്ട്സൈഡർ എന്ന് പറയുമ്പം ഐ എം നോട്ട് എ ബെൻക്യൂ പാർട്ട്ണർ, അല്ലെങ്കിൽ ഐ എം നോട്ട് എ ബെൻക്യൂ റീസെല്ലർ, ഐ എം നോട്ട് എ ബെൻക്യൂ സ്റ്റാഫ്. ഞാനൊരു കറക്റ്റായിട്ട് പറഞ്ഞാൽ ബെൻക്യൂവിനെ സംബന്ധിച്ച് ഒരു യൂസറാണ്, ബെൻക്യൂവിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരു യൂസറാണ്. പക്ഷേ ബെൻക്യൂവിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട്, അതുമാത്രമല്ല അവർ ഒരുപക്ഷെ സ്കെയിൽ ചെയ്യാത്ത രീതിയിൽ പല ഗാഡ്ജറ്റ്സിനെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ബെൻക്യൂ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ബെൻക്യൂവിന് ഇങ്ങനെ ഒരു ഔട്ട്സൈഡറായിട്ട് അവരുടെ ഒരു ഈ ബെൻക്യൂവിൻ്റെ കിക്ക് ഓഫ് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഗാഡ്ജറ്റ്സിനെ കുറിച്ചും അതിലുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ബെൻക്യൂ എന്ന് പറയുന്ന ഒരു ടെക് കമ്പനി എന്താ പറയണ്ടേ, പ്രൊഫഷണൽ ലൈനപ്പിലോട്ട് വരുമ്പം ഒരുപക്ഷെ അവർക്ക് ഇനിയും കൊണ്ടുവരാൻ പറ്റുന്ന ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഏതെല്ലാം ഏരിയയിലാണെന്ന് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് പറ്റി. അപ്പം ഇതുമായിട്ട് ബേസ് ചെയ്ത് ഇനിയും ഫർദർ ഡിസ്കഷൻസ് ഉണ്ടാവും. അവരുടെ ബെൻക്യൂ ഗ്ലോബൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുമായിട്ടും അവരുടെ R&D ടീമുമായിട്ട് എനിക്ക് ഇനിയും ഡിസ്കഷൻസും അതേപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, സോ ഇറ്റ്സ് ഗോയിങ് ഓൺ. എനിക്ക് തോന്നുന്നു ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇറ്റ് സെൽഫ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും. സോ ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. സോ അതാണ് ഈ കിക്ക് ഓഫ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബെൻക്യൂവിൻ്റെ ധാരാളം പ്രോഡക്ട്സ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ബെൻക്യൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് ബെൻക്യൂവിൻ്റെ W4000i എന്നുള്ള പ്രൊജക്ടർ. ഇത് ആക്ച്വലി ഒരു HDR പ്രൊജക്ടറാണ്. ഇപ്പം വിഷ്വൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുതിയ റെവല്യൂഷൻ എന്ന് പറയുന്നത് HDR ആണ്, ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് നമ്മൾ പറയും. കുറേ കാലം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെസല്യൂഷൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ട്രാൻസിഷൻ ഫ്രം സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ടു ഹൈ ഡെഫിനിഷൻ ടു പിന്നീട് 4K, പിന്നീട് 8K എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ 4Kക്ക് മേലിൽ നമ്മളുടെ മനുഷ്യൻ്റെ കണ്ണിന് റെസല്യൂഷൻസ് അത്ര ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഡൈനാമിക് റേഞ്ചിലാണ് പിന്നീട് നടക്കുന്ന റെവല്യൂഷൻസും റിസർച്ചും അതേപോലെ ഇനി വരാൻ പോകുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സും എല്ലാം. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ X ആൻഡ് Y ആണ് ശരിക്കും റെസല്യൂഷൻ പറയുന്നത്. ഡൈനാമിക് റേഞ്ച് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, Z ആക്സിസ് ആണ്. ഈ Xും Yയും വിട്ടിട്ടുള്ള Z ആക്സിസ് ആണ്. എത്ര കൂടുതലായിട്ടുള്ള കണ്ടന്റിനെ എത്ര കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ള. അപ്പോൾ ഹൈ ഡൈനാമിക് റേഞ്ചിൽ ബെൻക്യൂ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റാണ് W4000i. അപ്പോൾ W4000i ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ആണ് ബേസിക്കലി സിനിമ സലൂൺ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് W4000iയുടെ മാത്രം എക്സ്പീരിയൻസ് സെൻറ്റർ അല്ല, അത് ആക്ച്വലി സോണോഡൈൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ബ്രാൻഡുണ്ട്. പ്രീമിയം സ്പീക്കേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് സോണോഡൈൻ. അപ്പം സോണോഡൈൻ്റെ കൂടി ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. അതിനോടൊപ്പം തന്നെ ഈ അക്കോസ്റ്റിക് സൊല്യൂഷൻസിൽ പ്രൊഫഷണൽ ഡോസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ജാക്സൺ ഡോസ്. അപ്പോൾ ജാക്സൺ ഡോസിൻ്റെ അക്കോസ്റ്റിക് ഡോസിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററും കൂടിയാണ്. ഈ 3 കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ബേസിക്കലി സിനിമ സലൂൺ കൊണ്ടുവരികയാണ്.
അപ്പം ഇത് ഈ പ്ലാനിങ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്രയും നമ്മൾ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഒരു മിനി തിയേറ്റർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിലവിൽ എന്താ പറയണ്ടേ, ആവശ്യമുള്ള ഒരു മിനി തിയേറ്ററിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും അവിടെ കോർഡിനേറ്റ് ചെയ്തു. കാരണം അക്കോസ്റ്റിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഒരു റൂം, അതിനകത്ത് ഏറ്റവും നിലവിൽ ഏറ്റവും വിഷ്വലി ഏറ്റവും നല്ല രീതിയിൽ വിഷ്വൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടർ, ഏറ്റവും നല്ല രീതിയിൽ സൗണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പീക്കർ സിസ്റ്റംസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മിനി തിയേറ്ററിന് വേണ്ട എല്ലാ കാര്യങ്ങളുമായി. അപ്പം എറണാകുളത്ത് പ്രീ റിലീസ് പ്രിവ്യൂസിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വിഷ്വൽസും നല്ല രീതിയിലുള്ള സൗണ്ടും ഒരുപോലെ കിട്ടാവുന്ന, അതേപോലെ തന്നെ ഒരു 15-20 പേർക്ക് ഇരുന്ന് കാണാവുന്ന തിയേറ്റർ ഓപ്ഷൻസ് വളരെ കുറവാണ്. അത് മാത്രമല്ല, നിലവിൽ സിനിമകളുടെയൊക്കെ സെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല കണ്ടന്റുകളുടെ, അതൊരു ചെറിയ മ്യൂസിക് വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ഫീച്ചർ ഫിലിംസ് ആയിക്കോട്ടെ, ഈ കണ്ടന്റുകളെല്ലാം ഉണ്ടാക്കി ഇതിൻ്റെ ഫൈനൽ ക്വാളിറ്റി ആയതിനു ശേഷമാണ് ഇത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ, അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ OTT ആയിട്ട് ബന്ധപ്പെട്ട വെൻഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെലിവിഷൻ നെറ്റ്വർക്കുകളായിക്കോട്ടെ, ഇവർ കാണുന്നത് ഒരു ഫൈനൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതിനു ശേഷം. പലപ്പോഴും ഈ ഫൈനൽ ക്വാളിറ്റി പ്രോഡക്റ്റ് കാണുന്നതിന് കേരളത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമ്മളൊരു തിയേറ്റർ ഹയർ ചെയ്തിട്ട് ചെയ്യണം. ഒരു തിയേറ്റർ ഹയർ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, തിയേറ്ററിൽ രാവിലെ 10 മണിക്കോ 11 മണിക്കൊക്കെ ഒരു ഷോ തുടങ്ങും. അതിനു മുമ്പ് 3 മണിക്കൂർ സിനിമ, ലൈക്ക് 8 മണിക്ക് 7 മണിക്കൊക്കെ പോയിട്ട് രാവിലെ സിനിമകൾ കാണണം. ഇത് നേരത്തെ ബുക്ക് ചെയ്യണം. അവിടുത്തെ സ്റ്റാഫ് നേരത്തെ ആ സമയത്ത് വരണം. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ 6 മണിക്ക് 7 മണി സമയത്തൊക്കെ പോയി കാണണം. അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം പോയി കാണണം. പിന്നെങ്കിൽ ഇതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൗണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഫിലിംസ് കാണുക എന്നുള്ളത്. സൗണ്ട് സ്റ്റുഡിയോയിൽ നല്ല ഗംഭീര സൗണ്ട് ആയിരിക്കും, പക്ഷെ വിഷ്വൽ ഒരു പക്ഷേ നന്നായിരിക്കില്ല. വിഷ്വൽ നന്നാക്കേണ്ട ആവശ്യം, ഒരു പരിധിക്കുള്ളിൽ നന്നാക്കേണ്ട ആവശ്യം അവിടെയില്ല. ഇതല്ലെങ്കിൽ കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോസിൽ പോയി കാണുക. കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോസിൽ പോയി കാണുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല രീതിയിൽ സൗണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കണ്ടന്റ് ഡെലിവർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുമ്പം, അതിന് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കണമെങ്കിൽ ഒരു പ്രോപ്പർ പ്രിവ്യൂ തിയേറ്റർ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാരിക്കേഡ്സ് ആണ്. അപ്പോൾ ഈ ബാരിക്കേഡ്സ് ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമ സെല്ലുവിൻ്റെ DI സ്റ്റുഡിയോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു 5.1 സറൗണ്ട് സൗണ്ടും പ്രിവ്യൂവിനുള്ള ഓപ്ഷൻസും ഒക്കെ എനേബിൾ ചെയ്തിരുന്നത്. പക്ഷേ അത് ഏകദേശം 7 വർഷം മുമ്പാണ്. അന്ന് നമ്മൾ ചെയ്തപ്പോൾ ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രിവ്യൂ തിയേറ്ററാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം സൗണ്ടിൻ്റെ കാര്യത്തിൽ ലൈക്ക് അറ്റ്മോസ് ഇപ്പോൾ വളരെ കോമൺ ആയി. അതുമാത്രമല്ല, പലപ്പോഴും പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 15-20 പേരൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ കാര്യം കൂടി ഈ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് സെൻറ്ററിനെ നമ്മളൊരു 22 സീറ്റർ പ്രിവ്യൂ തിയേറ്ററും കൂടി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഒരു 22 പേർക്ക് വരെ ഒരു തിയേറ്ററിൽ ഇരുന്ന് പ്രോപ്പറായിട്ടൊരു സിനിമ കാണുന്ന പോലെ, ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ക്വാളിറ്റിയിൽ 1% പോലും കുറയാതെ, അത് ഇൻ ടേംസ് ഓഫ് സൗണ്ട്, ഇൻ ടേംസ് ഓഫ് വിഷ്വൽ, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് കംഫർട്ട്, 1% പോലും കുറയാത്ത രീതിയിൽ സിനിമകൾ കാണാൻ, അല്ലെങ്കിൽ കണ്ടന്റുകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിവ്യൂ തിയേറ്റർ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. വളരെ അടുത്ത് തന്നെ അത് ലോഞ്ച് ചെയ്യുകയും ചെയ്യും. അത് കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ഒരു പ്രിവ്യൂ തിയേറ്റർ. Wow, really wonderful. Anjali, കൊച്ചിയില് ഓഫ് കോഴ്സ് നമ്മൾ അത്തരം സ്പേസസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ having experienced all these and you being trainer in all these aspects, എനിക്ക് അതിൽ വളരെ വലിയ പ്രതീക്ഷയുണ്ട്. So definitely we will land up once to see what's going on. And ഇത് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ച് പറയാതെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിം ഒരു തമിഴ് ഫിലിമാണ്, റൂട്ട് നമ്പർ 17 എന്നുള്ള ഫിലിം. അത് ഈ 29th റിലീസ് ആവുകയാണ്. അടുത്ത ഫിലിം എന്ന് പറഞ്ഞാൽ അത് ഈ 18-ാം തീയതി, ഡിസംബർ 18-ാം തീയതി അത് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ക്രിഷ് കൈമളാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. അദ്ദേഹം പരസ്യങ്ങളൊക്കെ ചെയ്ത് വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹമാണ് പുതിയ ഫിലിമിൻ്റെ പഞ്ചായത്ത് ജെട്ടി എന്നാണ് ആ ഫിലിമിൻ്റെ പേര്. നമ്മൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള മറിമായം എന്ന് പറയുന്ന ടെലിവിഷനിലൊക്കെ
എന്താ പറയണ്ടേ, ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 പ്രോഗ്രാമാണ്. അതിൻ്റെ എൻറ്റയർ ക്രൂ ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു, വളരെ അടുത്ത് തന്നെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്തു. Great. It's wonderful listening to you. A lot of innovative things, നമുക്ക് കേൾക്കാൻ അറിയാൻ പറ്റി. കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ അറിയാനായിട്ട് ഇത് കാണുന്ന ആളുകൾ എല്ലാവരും സിനിമാസിലുണ്ട്, യൂട്യൂബ് ചാനൽ കാണണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അതിനകത്തുണ്ട്. ഞാനും ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ക്വിക്കായിട്ടൊന്ന് സർഫ് ചെയ്ത് പോരുന്നതാണ്. പക്ഷെ അങ്ങനെ പോയാൽ പോരാ, ആക്ച്വലി there are a lot of things in detail. അപ്പോ ആസ് എ ട്രെയിനർ അത് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഓഫറും കൂടിയാണ്. ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു go register and pay or something. It's like it's absolutely free out there. So I'd request people who are watching this to go there and watch some of those I mean actually live demonstrative videos അതിനകത്തുണ്ട്. So thank you once again for this great time listening to you. So താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. വളരെ വളരെ എന്താണ് പ്രിസൈസ് ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആക്ച്വലി എന്നോട് ചോദിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് അത് പറയാൻ പറ്റിയത്. സോ എനിഹൗ ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. In fact, we were supposed to meet a year ago. പക്ഷേ പല കാരണം കൊണ്ട് it got delayed. But I think എല്ലാത്തിനും ഒരു സമയമുണ്ട്, ദാസാ പറയുന്നത്. എല്ലാവരും ഏറ്റവും കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എക്സ്പെഷ്യലി ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ടെക്നിക്കൽ എൻവയോൺമെൻറ്റിലോട്ട് വരാൻ താല്പര്യമുള്ള ആളുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിക്കാണുന്നതും ടു ആൻ എക്സ്റ്റെൻറ്റ് ചില ആളുകളെങ്കിലും പേടിയോടുകൂടി അപ്രോച്ച് ചെയ്യുന്നതും ഭയപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് AI. AI എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, AI എങ്ങനെയാണ് ഒരുപക്ഷെ വിഷ്വൽ ഇൻഡസ്ട്രിയെ സ്വാധീനിക്കാൻ പോകുന്നത്. പണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ എന്താണ് ഭയപ്പെട്ടിരുന്ന മാതിരി, അല്ലെങ്കിൽ ചില ആളുകൾ ഭയപ്പെട്ടിരുന്ന മാതിരി ഈ കമ്പ്യൂട്ടർ അങ്ങ് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജോലി അങ്ങ് പോയി, നമുക്ക് ജോലി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, റോബോട്ട് വരും. കാരണം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് റോബോട്ട് ഇപ്പോഴും ഇതുവരെയും വന്നിട്ടില്ല, അല്ലെങ്കിൽ റോബോട്ട് ഇതുവരെ മനുഷ്യനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പം AI കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ AI ഈസ് ഗോയിങ് ടു ആഡ് എ ലോഡ് ഓഫ് ഓപ്ഷൻസ് ഫോർ ബ്രില്യൻ ക്രിയേറ്റേഴ്സ്, അല്ലെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ടെക്നോളജിയെ ഉപയോഗിക്കാൻ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് ഒരു എനോമസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലെവൽ ഓഫ് ഫ്രീഡം കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് AI. അത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അത് ലൈക്ക് ഡേ ബൈ ഡേ അത് കൂടിക്കൊണ്ടിരിക്കും, അതിൻ്റെ അകത്തുള്ള ഇന്നോവേഷൻസ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ വളരെ ബുദ്ധിയുള്ള, എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേസമയം ഇത് ഉപയോഗിക്കാതെ മാറി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇത് ആക്ച്വലി ഒരു ചെറിയ എക്സാമ്പിളും കൂടി കോട്ട് ചെയ്തിട്ട് പറയാം. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 2001-2002 സമയത്താണ്. ഫിലിം അല്ലെങ്കിൽ സെല്ലുലോയിഡ് വളരെ സ്ട്രോങ്ങറായിട്ട് നിൽക്കുന്ന ഒരു കാലമാണത്. അതായത് ഫിലിമിലാണ് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിരുന്നത്, ഫിലിമിൽ മാത്രമാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഡിജിറ്റൽ എന്താ പറയണ്ടേ ഫോമാറ്റുകൾ പതുക്കെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും സ്ട്രോങ് ആയിട്ട് നിന്ന പല ക്രിയേറ്റീവ് ആയിട്ട് നിന്ന ആളുകളും പറഞ്ഞിരുന്ന കാര്യം, പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല, ഫിലിം വളരെ സ്ട്രോങ് ആണ്, ഫിലിമിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും വരില്ല, ഫിലിമിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അന്ന് എനിക്ക് ഇൻഫാക്ട് ഐ റിമെമ്പർ തിരുവനന്തപുരത്ത് വെച്ച് കൊഡാക് എന്ന് പറയുന്ന കമ്പനി ഒരു 2005-ലോ 2006-ലോ എന്തോ ആണ്, 4 or 5, 6 ഈ സമയത്ത് ഒരു സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സെമിനാറിൽ അവർ ആദ്യം പൊക്കി കാണിച്ചത് VHS കാസറ്റ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു 50 വർഷം മുമ്പ് വന്നതാണിത്. അന്ന് ഇത് വന്നപ്പം സിനിമ സെല്ലുലോയിഡ് പോകുമെന്ന് പറഞ്ഞ് 50 വർഷമായിട്ടും പോയിട്ടില്ല, അതുകൊണ്ട് ഇനിയിപ്പം ഡിജിറ്റൽ വന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇതൊരു 2004 or 5 or 6 5-6 വർഷം തികയ്ക്കേണ്ടി വന്നില്ല കൊഡാക് കമ്പനി പൂട്ടി പോകാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ആ കമ്പനി ലൈക്ക് ഇറ്റ്സ് നോ മോർ ഇൻ എക്സിസ്റ്റൻസ്.
പേറ്റന്റ് സെല്ല് ചെയ്തിട്ടാണ് കൊഡാക് കമ്പനി ഇപ്പം നിലവിൽ സർവൈവ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതേ കാര്യം തന്നെ ഫിലിം ലാബുകളെ കുറിച്ചും കൂടി ഞാൻ പറയാം. കാര്യം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ പ്രസാദിലാണെങ്കിലും അല്ലെങ്കിൽ ജെമിനിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് കളർ ലാബിലാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയയിൽ മുഴുവൻ ഈ സെല്ലുലോയിഡ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ട്. ഇതിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടും നിലവിൽ ഫിലിം ലാബുകൾ ഇന്ത്യയിൽ തന്നെ എത്ര എണ്ണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. ഈ ടെക്നീഷ്യന്മാരുടെ എല്ലാം ജോലി പോയി, ഇവർ പോയി. ഇതിൽ ഒരു കുറേ ആളുകൾ, വളരെ കുറച്ച് ആളുകൾ ഈ ഡിജിറ്റൽ ട്രാൻസിഷനിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്ന ആളുകൾ മാത്രം സർവൈവ് ചെയ്തു. ബാക്കി എല്ലാ ആളുകളും ലൈക്ക് ടെലിവിഷനിലാണെങ്കിൽ നമ്മളിപ്പം അനലോഗ് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അനലോഗ് എഡിറ്റിംഗ് ചെയ്ത നമ്മളുടെ സോക്കോളിൽ പുലികളായിട്ടിരുന്ന പല ആളുകളെയും പിന്നീട് കണ്ടിട്ടില്ല. അവരെവിടെയാണ് എന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ ട്രാൻസിഷൻ അന്ന് ഇപ്പം ഞാൻ ആക്ച്വലി ഈ ട്രാൻസിഷൻ കണ്ട ആളാണ്. എൻ്റെ ഇൻഫാക്ട് ആദ്യത്തെ 3 സിനിമകൾ ഫിലിമിലാണ് ചെയ്തിരുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് ഫിലിമിലാണ് ചെയ്തിരുന്നത്. അപ്പോഴും ഞാൻ അതിനെ അന്ന് മനസ്സിലാക്കിയിരുന്നത് ഇത് മാറും, അടുത്ത കാര്യം വരും. ആ മാറുന്ന കാര്യത്തിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. അപ്പം എന്നെ പോലെ തന്നെ 100 കണക്കിന് 1000 കണക്കിന് ടെക്നീഷ്യന്മാർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവരത് അഡോപ്റ്റ് ചെയ്തു, പുതിയതായിട്ട് വന്നു. അതിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് നിലവിൽ വരാൻ പോകുന്നത്. കാരണം നേരത്തെ സംഭവിച്ച ട്രാൻസിഷനിൽ ടെക്നോളജിയെ എങ്ങനെ വൃത്തിയായിട്ട് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ സർവൈവൽ ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല, അവർ സർവൈവ് ചെയ്തു. ഇനി ടെക്നോളജിയെയും ക്രിയേറ്റിവിറ്റിയെയും കുറച്ചുകൂടി ബുദ്ധിപരമായ രീതിയിൽ, അതായത് ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സ്ലേവിനെയാണ്. നേരത്തെ നമുക്കൊരു കമ്പ്യൂട്ടറിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സ്ലേവിനെ ഒന്നുമല്ല കിട്ടിയത്. വളരെ വൃത്തിയായിട്ടിരുന്ന് നമ്മൾ ജോലി ചെയ്യണം. ഓക്കെ, ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. ഒരു 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 നമ്മളൊരു എന്താ പറയുക, ഒരു പെയിൻറ്ററിൻ്റെ ഒരു പെയിൻറ്റ് ബ്രഷ് മാതിരി അല്ലെങ്കിൽ ഒരു മരപ്പണി ചെയ്യുന്ന ഒരു ആളുടെ കയ്യിൽ ഒരു ഉളി മാതിരി, ഒരു കൊട്ടോടി മാതിരി ഇരിക്കുന്ന ഒരു ടൂളാണ് ഒരു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ നമ്മൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്താൽ അത് വർക്ക് ചെയ്യും. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന AI-യുടെ അപ്ഡേഷനിൽ വരുന്നത് ഒരു ടൂളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു അടിമയെ കൂടി കിട്ടുകയാണ്, ഒരു സ്ലേവിനെ കൂടി കിട്ടുകയാണ്. ആ സ്ലേവിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാൽ, നമ്മൾക്കറിയാമെങ്കിൽ നമുക്ക് വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് അറിയാൻ മേലാത്ത ആളുകൾക്ക് അത്രയും വീക്കറായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവരുടെ അവസ്ഥകൾ ശോകമായിരിക്കും. അപ്പം ടെക്നോളജിയെയും ക്രിയേറ്റിവിറ്റിയെയും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി അവർ ഭയക്കേണ്ടി വരും എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഈ ടെക് കമ്പനികളൊക്കെ ആണെങ്കിലും അവരുടെ ഇന്നോവേഷൻസ് എല്ലാം ഷെയ്പ്പ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ വച്ചിട്ടാണ്. മാക്സിമം ഔട്ട്പുട്ട്, അതായത് ഒരുപക്ഷെ അവർക്ക് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഔട്ട്പുട്ട് സാധാരണക്കാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഷെയ്പ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതും നമ്മൾ ടെക്നോളജി വളർന്ന് അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്ത രീതി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം സെല്ലുലോയിഡ് അല്ലെങ്കിൽ ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ ചെയ്യാൻ എടുത്തിരുന്ന സമയത്തിനെ അപേക്ഷിച്ച് ഡിജിറ്റൽ ഫോർമാറ്റ്സിലോട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് കാര്യങ്ങൾ വന്നപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ക്വിക്കറായി. AI വരുമ്പം അല്ലെങ്കിൽ AI-യുടെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുമ്പം ബേസിക്കലി ഷെയ്പ്പ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഒരുപക്ഷെ 2 ആഴ്ച കൊണ്ടോ 2 മാസം കൊണ്ടോ ഒക്കെ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പം ചിലപ്പോൾ അതൊരു 20 മിനിറ്റ് കൊണ്ടോ പിന്നീട് 2 മിനിറ്റിലേക്കൊക്കെ ചുരുങ്ങാനുള്ള സാധ്യതകളാണ് വളരെ സ്പെസിഫിക് ആയിട്ട് കാണുന്നത്. Great. Nice listening to you. And I have to listen to you. It's really inspiring, impressive, insightful. So thank you so much. Thank you.